അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ അൽ ഇംറാനിലെ 181 വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതിനു മുൻപ് കഴിഞ്ഞ വചനത്തിൻ്റെ അവസാന ഭാഗത്ത് ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, ബട്ട് ദ ഫാക്ട് റിമെയിൻസ്, ഒരു വസ്തുത അവശേഷിക്കുകയാണ്, നിലനിൽക്കുകയാണ്, ദാറ്റ് അല്ലാഹ് ചൂസസ് ഹും ഹി വാണ്ട്സ് ആസ് ഹിസ് മെസ്സഞ്ചേഴ്സ്. അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നവരെ, അവനാവശ്യമുള്ളവരെ അവൻ്റെ ദൂതന്മാരായി തിരഞ്ഞെടുക്കുന്നു. ആൻഡ് ഹി ഡസ് നോട്ട് റിലേ ഓൺ ദ വോട്ട് ഓഫ് മാൻ to agree or disagree on the question of their appointments. ഈ നിയമനത്തിൽ, അതായത് അല്ലാഹു തആല അവൻ്റെ ദൂതനായി അവൻ ഉദ്ദേശിക്കുന്നവനെ അല്ലെങ്കിൽ ദൂതരായി അവൻ ഉദ്ദേശിക്കുന്നവരെ തിരഞ്ഞെടുക്കുന്ന ഈ കാര്യത്തിൽ മനുഷ്യൻ്റെ അഭിപ്രായങ്ങളൊന്നും ചോദിക്കുന്നതല്ല, മനുഷ്യരുടെ അഭിപ്രായത്തിന് പരിഗണന കൊടുക്കുന്നതുമല്ല. ഈ നിയമനത്തിൽ അല്ലാഹു തആല അവൻ സ്വയം തന്നെ തീരുമാനമെടുക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ്റെ ദൂതരായി നിയമിക്കുകയും ചെയ്യുന്നതാണ്. Thus the one to believe in Allah, ആയതിനാൽ ഒരാൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു എങ്കിൽ, ആൻഡ് ഹിസ് മെസ്സഞ്ചേഴ്സ്, അതുപോലെ അല്ലാഹുവിൻ്റെ ദൂതന്മാരിലും വിശ്വസിക്കുന്നു എങ്കിൽ, ഹു ഒബേസ് ദം, അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നു എങ്കിൽ അവരെ അനുസരിക്കണം. ഹു ഒബേസ് ഈച്ച് ഇൻ ദെയർ അപ്പോയിൻറ്റഡ് ഇറ, ഓരോരുത്തരും അതാത് കാലഘട്ടത്തിൽ അവരെ നിശ്ചയിക്കുന്ന കാലഘട്ടത്തിൽ ആ നിശ്ചയിക്കുന്ന ആളുകളെ മനുഷ്യരാശി സ്വീകരിക്കണം. ആൻഡ് ഹു ഡസ് നോട്ട് ആർഗ്യൂ ഓൺ ദ ക്വസ്റ്റ്യൻ, എന്നിട്ട് അതിൻ്റെ കാര്യത്തെ ആരും ചോദ്യം ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലണ്ട. ഇത് അവൻ്റെ നിയതമായ തീരുമാനമാണ്. ഇറ്റ് ഈസ് ഹിം ഹു ഷാൽ പ്രോസ്പർ. ഇനി ഇങ്ങനെയുള്ളവർ ആയിരിക്കും ഇതനുസരിക്കുകയും ഇത് അംഗീകരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്നവരായിരിക്കും ഹു ഷാൽ പ്രോസ്പർ, അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവർ അഭിവൃദ്ധിക്ക് മേൽ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കും. ഓരോ ദിവസം കഴിയും തോറും അവർക്ക് ശ്രേയസ്, ഐശ്വര്യം, മഹത്വം, ഉന്നതി ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കും. അല്ലാഹുവുമായുള്ള സാമീപ്യത്തിന് പര്യാപ്തമായ പ്രവർത്തനങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കും. തൊട്ടടുത്ത വചനത്തിൽ അല്ലാഹു പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി ഹുവ ഖൈറുൻ ലഹും ബൽ ഹുവ ശർറുൻ ലഹും
സയുതവ്വഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമത്തി വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർള് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. വലാ യഹ്സബന്ന, കരുതിപ്പോകരുത്, വിചാരിച്ചു പോകരുത്, അല്ലദീന യബ്ഖലൂന, പിശുക്ക് കാണിക്കുന്നവർ. അല്ലദീന ഒരു വിഭാഗം ആളുകൾ, യബ്ഖലൂന അവർ പിശുക്ക് കാണിക്കുന്നവരാണ്. അവർ ധരിച്ചു പോകരുത് എന്ന് അല്ലാഹു കൽപ്പന പുറപ്പെടുവിക്കുന്നു. വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന, പിശുക്ക് കാണിക്കുന്നവർ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന നല്ല കാര്യങ്ങൾക്കായി അവർ തങ്ങളുടെ സമ്പത്ത് ചിലവഴിക്കാതെ പിശുക്ക് കാണിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർ ധരിച്ചു പോകരുത്. അവർ പിശുക്ക് കാണിക്കുന്നത് എന്തിലാണ്? ബിമാ ആത്താഹുമുല്ലാഹു, അല്ലാഹു അവർക്ക് നൽകിയത്. അവരുടെ സ്വന്തം കഴിവുകൊണ്ട് നേടുന്നതാണെങ്കിൽ എല്ലാവർക്കും അതിന് കഴിയണം. അവൻ്റെ ഒരു ഔദാര്യം കൊണ്ട് ചില ആളുകൾക്ക് കുറച്ച് കൂടുതൽ കൊടുക്കും, കുറച്ച് ആളുകൾക്ക് കുറച്ച് കൊടുക്കും, ചില ആളുകൾക്കൊന്നും കൊടുക്കുകയില്ല. അങ്ങനെയൊക്കെ ഇതെല്ലാവരെയും കൂടെ റൊട്ടേറ്റ് ചെയ്ത് പരീക്ഷിക്കാനാണ്. എന്താണ് ഈ കിട്ടിയവരെന്ത് ചെയ്യുന്നു, കിട്ടാത്തവരെങ്ങനെയാണ്, ഇനി ഒന്നും ഇല്ലാത്തവരെന്ത് നോക്കിയിരിക്കുകയാണ്. ഇതെല്ലാം കൊടുത്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് പോലൊക്കെ ചെയ്യുന്നു. ഇനി കിട്ടാത്തവരൊക്കെ ക്ഷമ അവലംബിച്ചുകൊണ്ട് അവർ അല്ലാഹുവിനെ പുകഴ്ത്തുന്നു, ആരാധിക്കുന്നു. ഇതെല്ലാം ടെസ്റ്റിങ്ങാണ്. ബിമാ ആത്താഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അല്ലാഹു തആല അവർക്ക് നൽകിയതിലാണ് അവർ ഈ പിശുക്ക് കാണിക്കുന്നത്. വ ഖൈറൻ ലഹും, അവർ കരുതുന്നത് അങ്ങനെ പിശുക്ക് കാണിച്ച് വയ്ക്കുന്നത് ഹുവ ഖൈറൻ ലഹും, അവർക്ക് നല്ലതാണ്, അവർക്ക് നന്മയാണ്, അവർക്കങ്ങനെ ശേഖരിച്ച് വെച്ച് അവർക്ക് പല കാര്യങ്ങളും ചെയ്യാം എന്നുള്ള ഇതിൽ അവരങ്ങനെ ആ പിശുക്ക് കാണിച്ച് ശേഖരിച്ച് വയ്ക്കുകയാണ്. എന്നാൽ അല്ലാഹു തആല ഇതാ അവൻ്റെ പ്രഖ്യാപനം പുറത്തു വിടുകയാണ്. ബൽ ഹുവ ശർറുൻ ലഹും, അള്ളാഹിൻ്റെ വഴിയിൽ ഇപ്രകാരം ചിലവഴിക്കാതെ പിശുക്ക് കാണിച്ച് സ്വരുക്കൂട്ടി വയ്ക്കുന്നത് അതവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ബൽ ഹുവ ശർറുൻ ലഹും, അവർക്കത് വളരെ പ്രയാസകരമായിരിക്കും, ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കും. എന്നിട്ട് ഇപ്പോഴിവിടെ അല്ലാത്ത ഒരു കാര്യം കൂടി എടുത്ത് ഓർമ്മപ്പെടുത്തുന്നു. യുതവ്വഖൂന, അവർക്ക് കണ്ഠാഭരണം അണിയിക്കും. അവർ ഈ പിശുക്ക് കാണിച്ച് വെച്ചിരിക്കുന്നതെല്ലാം അവരുടെ കഴുത്തിലിട്ട് കൊടുക്കുന്നു. മാ ബഖിലു, അവർ പിശുക്ക് കാണിച്ച ഈ സാധന സാമഗ്രികളും സമ്പത്തുകളും അവർക്ക് സയുതവ്വഖൂന, അവർക്ക് കഴുത്താഭരണമാക്കും. മാ ബഖിലു ബിഹി യൗമൽ ഖിയാമത്തി, അന്ത്യദിനത്തിൽ, വിചാരണ നാളിൽ, ഖിയാമത്ത് നാളിൽ അവർക്കത് കണ്ഠാഭരണമാക്കി ഇട്ടുകൊടുക്കും. വലില്ലാഹി, നിങ്ങൾ അറിയുക, അല്ലാഹുവിൻ്റേതാണ് മീറാസുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളിലുള്ള അനന്തരാവകാശം. എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നിങ്ങൾ ഇവിടെ തന്നെ, എൻ്റെ വസ്തുവകകളും എൻ്റെ സൗകര്യങ്ങളുമൊക്കെ നിങ്ങൾ ഇവിടെ ഇട്ടിട്ട് നിങ്ങൾ പോവും. ഇതെൻ്റെതാണ്, പിന്നെ തൽക്കാലം അങ്ങോട്ട് തന്നു എന്ന് മാത്രം. അത് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നറിയാൻ. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ അനുനിമിഷം ചെയ്തുകൊണ്ടിരിക്കുന്ന, ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഖബീർ, അവൻ സൂക്ഷ്മമായ നിലയിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഖബീറാണ്, വാർത്ത അറിയിക്കുന്നവനാണ്, ന്യൂസ് മേക്കറാണ് അവൻ. ഇവിടുത്തെ പത്രക്കാർ ന്യൂസ് തയ്യാറാക്കുന്നത് പോലല്ല, സസൂക്ഷ്മം എല്ലാ കാര്യങ്ങളും അതിൽ
A to Z കാണും. അങ്ങനെ നിങ്ങൾ ചെയ്ത എല്ലാ പ്രവർത്തികളെ സംബന്ധിച്ചും അവൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇതിന് മനോഹരമായ വിശദീകരണം വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ നമുക്കിതിൻ്റെ വിശദീകരണവുമായി മുന്നോട്ട് പോകാവുന്നതാണ്. ഓക്കെ. അല്ലാഹു തആല നൽകുന്നതാണ് സമ്പത്തെന്നും ആ സമ്പത്ത് അല്ലാഹുവിൻ്റെ വഴിയിൽ ചിലവഴിക്കേണ്ടതാണ് എന്നും നാം ഓരോരുത്തരും മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സമ്പത്തിൽ നിന്നും ഒരു ഭാഗം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അനാഥര്, വിധവകൾ, മിസ്കീന്മാർ, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കായി മാറ്റി വെച്ച് നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസ്സദഖത്തു റദ്ദുൽ ബലാ. നമ്മളെല്ലാവരും ഇന്ന് യാത്രയ്ക്ക് പോകുന്നവരാണ്, യാത്ര ചെയ്യുന്നവരാണ്. വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലുമൊക്കെ പോയി ജോലി ചെയ്തും അല്ലാതെയൊക്കെ തിരിച്ചു വരുന്നവരുമൊക്കെയാണ്. നിങ്ങൾക്ക് സദഖത്തു, നിങ്ങൾക്ക് അല്ലാഹു തആല നൽകുന്നതിൽ നിന്നും ഒരു ചെറിയ വിഹിതം നിങ്ങൾ സദഖയായിട്ട് നിശ്ചയിച്ച് അത് നിങ്ങളുടെ വീട്ടിൽ തന്നെ സൂക്ഷിച്ചു വെച്ച് അത് കൊടുക്കേണ്ടവർക്ക് എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രാവിലെ പുറപ്പെട്ട് വൈകിട്ട് തിരിച്ചെത്തുന്നതിനകം വെച്ച് സംഭവിക്കാവുന്ന പല വിപത്തുകളിൽ നിന്നും അല്ലാഹു നമ്മളെ സംരക്ഷിക്കും. അപ്പോൾ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. അതുകൊണ്ട് സമ്പത്തിൻ്റെ കാര്യത്തിലും ചെലവഴിക്കുന്ന കാര്യത്തിലും എല്ലാവരും പുനഃപരിശോധന നടത്തണം. അതൊരിക്കലും ഒരു കുറവും വരുത്തുന്നതല്ല. എന്നാൽ അത് നിങ്ങൾക്ക് കൂടുതൽ ഖൈർ, കൂടുതൽ നന്മ, കൂടുതൽ ധനം നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ കാര്യമാക്കും. കാരണം നമ്മൾ ഒരു 10 രൂപ സദക്ക ചെയ്യാൻ തയ്യാറാകാത്ത നമുക്ക് അങ്ങോട്ട് പോകുമ്പം കാലമൊന്ന് തിരമ്പുകയാണെങ്കിൽ നമ്മൾ 100, 200, 500, 1000 ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ അതിൽ നിന്നെല്ലാം നിങ്ങളെ സംരക്ഷിക്കുമെന്ന് നമ്മുടെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന വലിയ നഷ്ടത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് ഈ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നേടുവാൻ കഴിയും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അല്ലാഹു തആല നൽകുന്ന ഈ ഉപദേശം നിങ്ങൾക്ക് ഖൈറാണ്, ഉത്തമമാണ്, അനുഗ്രഹമാണ്. അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് പറയുന്നു. അതല്ലാതെ പണമെന്നും പറഞ്ഞ് ഇതിൻ്റെ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഒരിക്കലും കരുതണ്ട. നമ്മുടെ ഓരോരുത്തരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും നന്മയ്ക്കും വേണ്ടിയാണ് ഇത്. അത് വളരെ പിടിച്ച് ലബ്ധോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ ഇതെല്ലാം കൂടെ അവസാനം നമ്മുടെ കഴുത്തിലിട്ട് ഒരു സമയം വരും, അവൻ കൊടുക്കാതെ വെച്ചിരുന്ന സാധനങ്ങളെല്ലാം കൂടെ അവൻ അത് കൊണ്ട് നടക്കുന്നത് കാണുന്ന അവസ്ഥ. അതുകൊണ്ടൊരു മുന്നറിയിപ്പും ഒരു ആക്ഷേപവും കൂടിയാണ് അതിൽ നിന്നും രക്ഷപ്രാപിക്കുവാൻ നാം ഓരോരുത്തരും കരുതി പ്രവർത്തിക്കുക. അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ഖലീഫത്തുൽ നൽകുന്ന വിശദീകരണവുമായി അല്ലാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് വീണ്ടും കാണാം. ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.